പാർലമെന്റിൽ ഇന്ന് ബജറ്റ് ചർച്ചയ്ക്ക് തുടക്കമാവുകയാണ്. ഇന്നും വിവിധ വിഷയങ്ങൾ ഉയർത്തി സഭയിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കം. നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ഇന്നലെ രാജ്യസഭയിൽ പ്രധാനമന്ത്രി മറുപടി നൽകിയിരുന്നു. പ്രതിപക്ഷത്തിനും മുൻ കോൺഗ്രസ് സർക്കാരുകൾക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് രാജ്യത്തിൻ്റെ വികസനങ്ങൾ ഓരോന്നായി എണ്ണിപ്പറയുന്ന പ്രധാനമന്ത്രി, ഒപ്പം അതിനിശ്ചിതമായ ഭാഷയിൽ കോൺഗ്രസിനെ, പ്രതിപക്ഷത്തെ വിമർശിക്കുന്ന പ്രധാനമന്ത്രി. ഇന്നും അവിടെയും സഭാ നടപടികൾ ബോധപൂർവം തടസ്സപ്പെടുത്തി ഇറങ്ങിപ്പോകുന്ന പ്രതിപക്ഷത്തെയും കണ്ടു. അത് തന്നെ ആവർത്തിക്കാനാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ നീക്കവും, അല്ലേ? കെ പി കൃഷ്ണരാജ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഇന്ന് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗവും പിന്നീട് ബജറ്റ് അവതരണവും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയും എല്ലാം തന്നെ അവസാനിച്ചു. ഇന്ന് ബജറ്റിന്മേലുള്ള ചർച്ചയാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അജണ്ട നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ആ ഒരു ചർച്ചകളിലേക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ളതാണ്. കെ പി ചൂണ്ടിക്കാട്ടിയതുപോലെയും സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട്, മനഃപൂർവ്വം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. അത് വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട്, അമേരിക്കയും ഭാരതവും തമ്മിലുള്ള കരാർ വിഷയം, ഒപ്പം രാഹുലിന് സംസാരിക്കാൻ സമയം നൽകിയിട്ടില്ല തുടങ്ങി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭയുടെ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട്, സഭയിൽ മറ്റൊരാൾക്കും സംസാരിക്കുന്നതിനോ രാജ്യത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനോ ക്രിയാത്മകമായ ചർച്ചകൾക്കോ ഡിബേറ്റുകൾക്കോ ഒന്നും അവസരം നൽകാതെ പൂർണ്ണമായും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജ്യസഭയിലെ മറുപടി പ്രസംഗത്തിൻ്റെ സമയത്തും പ്രതിപക്ഷം ആദ്യം ബഹളം വെച്ചുകൊണ്ട് ആ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. പിന്നീട് പ്രധാനമന്ത്രി ശക്തമായ വാക്കുകളോടെ പ്രസംഗം തുടർന്നതോടെയാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചിറങ്ങിപ്പോയത്. ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം കാരണം പ്രധാനമന്ത്രി നന്ദിപ്രമേയത്തിനുള്ള മറുപടി പ്രസംഗം നടത്തിയിരുന്നില്ല. അത് സ്പീക്കർ തന്നെ വ്യക്തമാക്കിയത്, പ്രധാനമന്ത്രി സഭയിലെത്തുകയാണെങ്കിൽ പ്രസംഗം തടസ്സപ്പെടുത്തുക മാത്രമല്ല, അദ്ദേഹത്തെ ശാരീരികമായി തടസ്സപ്പെടുത്താനും ആക്രമിക്കാനും പോലും കോൺഗ്രസ് അംഗങ്ങൾ പദ്ധതിയിട്ടു എന്ന വ്യക്തമായ വിവരം തനിക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് താൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ മറുപടി പ്രസംഗത്തിന് എത്താതിരുന്നത്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അത് പാർലമെൻറ്റിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മുഴുവൻ അപമാനമാകുമായിരുന്നു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെൻറ്റിൻ്റെ അന്തസ്സും മര്യാദയും പൂർണ്ണമായും തകർക്കുകയാണെന്ന രൂക്ഷ വിമർശനം സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഇന്നും പാർലമെൻറ്റിനുള്ളിൽ, പ്രത്യേകിച്ച് ലോക്സഭയിൽ പ്രതിഷേധമുയർത്താനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങളുടെ നീക്കം. ഇന്നലെ രാജ്യസഭയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം നമ്മൾ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭാരതത്തിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടും മുൻ കോൺഗ്രസ് സർക്കാരുകളുടെ പ്രവർത്തികളെയും അവരുടെ തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടും പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം. കെ പി ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.